innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah wa ashhadu anna muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khayral kalami kalamullah wa khayras sunan sunan Muhammadin Mustafa sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhan nasu ittaqu rabbakumul ladzi khalaqakum min nafsin wahida wa khalaqa minha zawjaha wa batha minhuma rijalan kathiran wa nisaa wattaqullaha alladzi tasaaluna bihi wal arham innallaha kana alaykum raqiba. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nas ഉസീക്കും അയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മാതാപിതാക്കളോട് പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മെ കഷ്ടപ്പെട്ട് പ്രസവിക്കുകയും വളർത്തി വലുതാക്കുകയും ചെയ്തത് നമ്മുടെ മാതാപിതാക്കളാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ സന്തോഷങ്ങളിൽ നമ്മളെക്കാൾ ഏറെ സന്തോഷിക്കുന്നതും നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെക്കാൾ ഏറെ ദുഃഖിക്കുന്നതും ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളായിരിക്കും. ആ മാതാപിതാക്കളോട് മോശമായിക്കൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ പാടില്ല. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ സേവനങ്ങൾക്ക് നാം എന്തു പകരം നൽകിയാലും തുല്യമാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഒരു വിശ്വാസിയായ മനുഷ്യന്റെ അവന്റെ സൽക്രമങ്ങൾ, ഒരാഴ്ച അവൻ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. ആ ദിവസം നമ്മളോട് നോമ്പനുഷ്ഠിക്കാൻ പ്രവാചകർ പഠിപ്പിക്കുകയുണ്ടായി. കഴിയുന്ന ആളുകൾ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. എന്നിട്ട് ആ മനുഷ്യന്റെ ഒരാഴ്ച ആ അവിധത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ പാപക്കറകളും അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുകയും
അവന്റെ സൽക്രമങ്ങളെ പടച്ച റബ്ബ് സ്വീകരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, 3 വിഭാഗങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയോ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയോ ഇല്ല. ഏതൊക്കെയാണ് 3 വിഭാഗങ്ങൾ? ഒന്ന്, ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളാണ്. രണ്ടാമത്തത് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. മൂന്നാമത്തതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവന്റെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയോ അവന് പുറത്തു കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മാതാപിതാക്കളോട്, ഉമ്മാനോടും ഉപ്പാനോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപങ്ങളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. രണ്ടാമത്തത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രയാസപ്പെടുത്തലാണ് എന്ന്. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ 2 പാപങ്ങൾ അതാണ്. ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കൽ, രണ്ടാമത്തത് നമ്മുടെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ് എന്ന്. നമ്മളൊക്കെ ആലോചിച്ചു നോക്കണം, എന്റെ മാതാപിതാക്കളോട് എന്റെ സമീപനം എങ്ങനെയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ശേഷം അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. ആദർശപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്തായിക്കൊണ്ട് അള്ളാഹു പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യണമെന്ന്. ഏതൊക്കെ നന്മകൾ നമ്മെ കൊണ്ട് സാധിക്കുമോ ആ നന്മകളെല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് നേടിക്കൊടുക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ, അയ്യു അമലിൻ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കർമ്മങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഈ 3 കർമ്മങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഒന്ന്, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കണം. നിസ്കാരത്തിന്റെ സമയമായാൽ പിന്നെ അത് നീട്ടിക്കൊണ്ടു പോകാതെ കൃത്യമായി നിർവഹിക്കണം. രണ്ടാമത്തത് ബിർറുൽ വാലിദൈൻ, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യലാണ്. മൂന്നാമത്തത് ജിഹാദും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ധർമ്മസമരം നടത്തലാണ്. ഈ 3 കർമ്മങ്ങളാണ് പടച്ച റബ്ബിന്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരും. നമ്മുടെ മാതാപിതാക്കളോട് ഛേ എന്ന ഒരു വർത്തമാനം പോലും പറയാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുവരെ വളരെ കൃത്യമായി ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹ്ദഹുമാ ഔ കിലാഹുമാ, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ, അത് ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ, അവർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന ഒരു വർത്തമാനം പോലും പറയാൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കരുത്. മാതാപിതാക്കളോട് പ്രതിഷേധം എന്ന രൂപത്തിൽ അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ വാക്കുകൾ സംസാരിക്കുമ്പോൾ മാന്യമായ രൂപത്തിൽ അവരോട് നമുക്ക് സാധിക്കും. പിന്നെ പടച്ച റബ്ബ് പറയുകയാണ്, വഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ,
കാരുണ്യത്തിന്റെ, എളിമയുടെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കും. മാത്രവുമല്ല, വഖുൽ റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ ചെറുപ്പത്തിൽ അവർ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഈ ആയത്തിൽ നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏറ്റെറിയ മോശപ്പെട്ട വാക്ക് എന്ന് പറഞ്ഞാൽ ഛേ എന്ന് പറയല്, അതുപോലും നമ്മുടെ മാതാപിതാക്കളോട് പറയാൻ പാടില്ല. കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഏറ്റവും മാന്യമായ രൂപത്തിൽ അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ഒരിക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ, മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബത്തി, ഈ ദുനിയാവിൽ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത് ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ നൽകിയ മറുപടി, ഉമ്മുക, നിന്റെ മാതാവിനോട്. ആ സ്വഹാബി തന്റെ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, പ്രവാചകരെ, പിന്നെ ആരോടാണ്? ചോദ്യം ആവർത്തിച്ച സമയം അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകിയത് നിന്റെ മാതാവിനോടാണ് എന്ന്. പിന്നെ നിന്റെ പിതാവിനോട്. ഈ ദുനിയാവിൽ നാം ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് നമ്മുടെ മാതാവിനോടും പിതാവിനോടുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, സ്വന്തം ഉമ്മാനെ ഉപ്പാനെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വാർദ്ധക്യത്തിൽ അവരെ തെരുവുകളിൽ ഉപേക്ഷിക്കുന്ന, വൃദ്ധസദനങ്ങളിൽ സ്വന്തം മാതാപിതാക്കളെ കൊണ്ടുപോയി ആക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. രോഗിയായാൽ സ്വന്തം മാതാവ് അല്ലെങ്കിൽ പിതാവ് രോഗിയായാൽ അവരെ സന്ദർശിക്കാത്ത മക്കൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വീടുകളിലുള്ള സംസാരം, സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ ജ്യേഷ്ഠൻ കൊണ്ടുപോയി നോക്കിക്കോട്ടെ. മക്കൾ ഒരുപാടുണ്ടാകും. 4 ദിവസം ഉപ്പ ജ്യേഷ്ഠന്റെ വീട്ടിൽ, 3 ദിവസം പെങ്ങളെ വീട്ടിൽ. അങ്ങനെ ദിവസങ്ങൾ സ്വന്തം മാതാവിനെയും പിതാവിനെയും ദിവസങ്ങൾ വെച്ച് പരിപാലിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത് ഛേ എന്ന ഒരു വാക്കുപോലും നമ്മുടെ മാതാപിതാക്കളോട് പറയാൻ പാടില്ല എന്ന്. അത്രത്തോളം ബാധ്യതകളുണ്ട് എന്ന്. നമ്മുടെ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വർഗവും നരകവുമാണ്. അവരെ കൃത്യമായി പരിപാലിക്കാൻ നമുക്ക് സാധിക്കും. മാതാപിതാക്കളെ പരിപാലിക്കാത്തവന്റെ നമസ്കാരത്തിന് എന്തർത്ഥാണുള്ളത്? അവന്റെ സ്വതക്കകൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? മാതാപിതാക്കളെ കൃത്യമായി കൊണ്ട് നമുക്ക് പരിപാലിക്കാൻ നമുക്ക് സാധിക്കും. സഹോദരിമാരോടാണ്, നമ്മുടെ ഭർത്താവിന്റെ ഉമ്മ അഥവാ അമ്മായിമ്മ നമ്മുടെ സ്വന്തം മാതാവിനെ പോലെയാണ്. നമ്മുടെ മാതാവിനോട് എങ്ങനെയാണോ നമ്മൾ പെരുമാറുക, ആ രൂപത്തിൽ ഭർത്താവിന്റെ മാതാവിനോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. തിരിച്ചും നമ്മുടെ വീട്ടിലേക്ക് മകന്റെ ഭാര്യയായി കടന്നു വന്ന പെൺകുട്ടികളോട് മകളെ പോലെ നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പെരുമാറിയത് കൊണ്ട് നമ്മുടെ ഒന്നും കുറഞ്ഞു പോവുകയില്ല. അത് നന്മകളാണ്. നമ്മുടെ കുടുംബത്തിന് അത് പ്രകാശമാണ്. നമ്മുടെ വീട്ടിലെ മാതാവും അതുപോലെ തന്നെ കയറി വന്ന പെൺകുട്ടിയും തമ്മിൽ പിണങ്ങിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം മാതാവിനെ പോലെ ആ രൂപത്തിൽ പരിപാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം.
നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അവരുടെ പരലോക വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മക്കൾ എന്ന നിലക്ക് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. അല്ലാഹുവേ, എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് അവരുടെ പാപങ്ങളെ നീ പുറത്തു കൊടുക്കണേ, അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന, സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന മറയില്ലാതെ സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. ഈ ദുനിയാവിൽ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ നോക്കൂ, തബൂക്ക് യുദ്ധത്തിന്റെ യാത്രയിൽ, തബൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസപ്പെട്ട ഒരു യുദ്ധമാണ്. യുദ്ധത്തിന് പോകാൻ ആളുകളില്ല, അതുപോലെ തന്നെ മതിയായ സമ്പത്തില്ല. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരു സ്വഹാബി പ്രവാചകരുടെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, നമ്മളൊക്കെ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു ഹദീസിന്റെ ചരിത്രമാണ്. അദ്ദേഹം പറയുകയാണ്, അന ഉബായുക അലാ ഹിജ്റത്തിൻ വ ജിഹാദിൻ. പ്രവാചകരെ, ഹിജ്റ പോകാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ ഞാൻ തയ്യാറാണ്. വളരെ ആവശ്യഘട്ടത്തിലാണ് ആ സ്വഹാബി വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അതിലൂടെ ഞാൻ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫഹൽ വാലിദൈക അഹദുൻ ഹയ്യുൻ, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ആ സ്വഹാബി മറുപടി പറഞ്ഞു, നഅം, തീർച്ചയായും പ്രവാചകർ അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫബ്തഗി അജ്റ മിനല്ലാഹ്, നീ അല്ലാഹുവിന്റെ പ്രതിഫലം തന്നെയാണോ ആഗ്രഹിക്കുന്നത്? വീണ്ടും അദ്ദേഹം മറുപടി, നഅം യാ റസൂലല്ലാഹ്. അപ്പൊ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫർജി ഇലാ വാലിദൈക, നീ നിന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് തിരിച്ചു പോകണം, എന്നിട്ട് അവരെ പരിപാലിക്കണം. നിന്റെ ഹിജ്റ എന്ന് പറഞ്ഞാൽ, നിന്റെ ജിഹാദി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ പരിപാലിക്കലാണ് എന്നാണ്. പരിശുദ്ധ ഇസ്ലാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൽ അത്രയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് ഈ ചരിത്ര സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, മാതാപിതാക്കളുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന്. ശരിയാണ്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാൽ അത് നമ്മുടെ സ്വർഗം നഷ്ടമാകാൻ കാരണമാകും എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ മാതാപിതാക്കളോട് ഈ ദുനിയാവിൽ അവർക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്നും ചില മക്കളൊക്കെ മാതാപിതാക്കളോട് സംസാരിക്കാത്ത ആളുകൾ, ഉള്ളു തുറന്ന് സ്വന്തം ഉമ്മാനോടും ഉപ്പാനോടും സംസാരിക്കാത്ത ആളുകൾ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവേളകളും പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളോട്. നമ്മളൊരു വീട് വെക്കുകയാണ്, ഒരു വാഹനം വാങ്ങുന്നു, ഒരു സ്ഥലം വാങ്ങുന്നു, ഒരു കച്ചവടം തുടങ്ങാൻ നാം ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ പങ്കുവെക്കേണ്ടത്, ഈ സന്തോഷം നാം ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കണം, അവരുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഒരു മാതാവും ഒരു പിതാവും ഒരിക്കലും മക്കളുടെ നാശത്തിനു വേണ്ടി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് നന്മകൾ ചെയ്യാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മാതാപിതാക്കളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം ചർച്ച ചെയ്തു വന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ ഇന്ത്യയെ വളരെയധികം ദുഃഖത്തിലാക്കിയ
ഒരു വിമാന ദുരന്ത വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഏകദേശം 250ഓളം ആളുകൾ, 250ലധികം ആളുകൾ ആ ദുരന്തത്തിൽ മരണപ്പെടുകയുണ്ടായി. ഒരുപാട് സ്വപ്നങ്ങളുമായി തന്റെ കുടുംബക്കാരോട് യാത്ര പറഞ്ഞിറങ്ങിയവർ ആ വിമാനത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ വിമാനം വീണ് കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ തന്റെ ചെറിയ കുട്ടികളുമായി ആ വിമാനത്തിൽ യാത്ര ചെയ്ത ഒരുപാട് രക്ഷിതാക്കൾ. ഒരു വലിയ ദുരന്തം വളരെ ദുഃഖത്തോടെയാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടത്. മരണം എന്ന് പറഞ്ഞാൽ, ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയുണ്ടായി, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ ഞാൻ എന്ത് സമ്പാദിക്കും എന്ന് ഒരാൾക്കും പറയുവാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഞാൻ ഏത് സ്ഥലത്തു വെച്ചാണ്, എങ്ങനെയാണ് മരണപ്പെടുക എന്നും ഒരാൾക്കും പറയുവാൻ സാധിക്കുകയില്ല എന്ന്. അല്ലാഹു ലണ്ടനിൽ വെച്ചാണ് നമ്മെ മരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതെങ്കിൽ അവിടേക്ക് നമ്മെ ഒരു കാരണം ഉണ്ടാക്കി അവിടേക്ക് എത്തിക്കുമെന്ന്. അത് അള്ളാഹുവിന്റെ വിധിയാണ്. മരണത്തിന്റെ സമയമായ ഒരു മിനിറ്റ് പോലും നമുക്ക് അധികമായി നീട്ടിക്കിട്ടുകയില്ല. നോക്ക്, ഈ ദുരന്തം തന്നെ കേവലം ഒരു മിനിറ്റ് കൊണ്ടാണ് 250ലധികം ആളുകൾ ഒരു നിമിഷ നേരം കൊണ്ട് മരണപ്പെട്ടു പോയത്. അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണ്. വലിയ വലിയ അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കാവലിനെ ചോദിച്ചുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കണേ നാഥ എന്ന് എപ്പോഴും സദാ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ കുട്ടികൾ, അതേപോലെ തന്നെ യുവാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളൊക്കെ അവരെ വളർത്തുന്നത്, അവരെ പരിപാലിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ചെറിയ കുട്ടികൾ വെള്ളത്തിലൊക്കെ വീണ് മുങ്ങി മരിച്ച വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അങ്ങനെയായിരിക്കും. മരണം എന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല, പ്രായമില്ല. ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കേണ്ടത്, ഞാൻ ഈ സമയം, ഈ ദിവസം മരണപ്പെടുകയാണ് എങ്കിൽ എന്റെ സ്ഥാനം സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ എന്നാണ്. ഞാൻ മരണപ്പെടുകയാണ് എങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചു വെച്ചത് നന്മകളാണ് കൂടുതൽ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. തിന്മകളാണ് കൂടുതലെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പരമാവധി നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഏതൊക്കെ നന്മകൾ സ്വായത്തമാക്കാൻ സാധിക്കുമോ അതെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കും. കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശമാണ്. 5 നേരത്തെ നിസ്കാരം ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പാഴായി പോകാൻ പാടില്ല. ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും കൃത്യമായി നമസ്കാരം നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഒരുപാട് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെട്, സുബ്ഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ ബർക്കത്താണ്, മഈശത്താണ് എന്ന്. അത് കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ അത് മുറപ്രകാരം 5 നേരം മരണം വരെ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമെന്നാ. അല്ലാഹു, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാ.
അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തിന്മകളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാഥാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, അല്ലാഹുവേ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ എല്ലാവിധ പാപങ്ങളെയും നീ പുറത്തു കൊടുക്കണമെന്നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നതാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين.